ഹലോ. ഇന്നൊരു പാക്കറ്റ് വന്നിട്ടുണ്ട്. എന്നാണെന്ന് നോക്കിയാലോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണത്. ഇന്നാണ് കയ്യിൽ കിട്ടിയത്. കുറച്ച് ദിവസം മുമ്പായിട്ട് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തതാണ്. ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. അതാർക്കൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ കിട്ടിയൊരു സാധനമാണ്. ഈ കുഞ്ഞാപ്പിന് വേണ്ടി വാങ്ങിയൊരു സാധനമാണ്. 3 വയസ്സ് കഴിഞ്ഞെങ്കിലും സ്കൂളിൽ പോകാനോ PKG പോകാനോ എല്ലാം മടിയുള്ളൊരു കൂട്ടത്തിലാണ്. അംഗനവാടിക്ക് പോലും പോകുന്നില്ല. പക്ഷെ എങ്ങനെയെങ്കിലും നമുക്ക് പഠിപ്പിക്കണം എന്നുള്ള ചിന്തകളുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ചെയ്യണമല്ലോ, അവന്റെ ആഗ്രഹമുള്ള എന്തെങ്കിലും വാങ്ങണമല്ലോ. അങ്ങനെ ഞാൻ തെരഞ്ഞു കണ്ടുപിടിച്ച് വാങ്ങിയൊരു ബുക്കാണ്. അത് തെരഞ്ഞു കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ കുറെ സമയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് ബുക്സ് കണ്ടു. അതിൽ ABCD അങ്ങനെ നമ്പേഴ്സ് ഷെയ്പ്സ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വേഗം കൂടെ ഓർഡർ ചെയ്തതാണ്. ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി കിട്ടിയപ്പോൾ. പക്ഷെ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ വലിയ ബുക്കാണെന്ന് വിചാരിച്ചു. കയ്യിൽ കിട്ടിയപ്പോൾ ഒരു ചെറിയ ബുക്കാണ്. ഏജസ് 4+3+ എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ വെറുതെ ഒരു കുത്തി വരയ്ക്കാനൊക്കെ കൊടുക്കാൻ നല്ലതാണെന്ന് തോന്നി. കാരണം അവരിങ്ങനെ അതിന്റെ മുകളിൽ കൂടെ വരച്ചോളല്ലോ എന്ന് തോന്നി. ഡ്രോയിങ് ബുക്ക് ഉണ്ട്, ആൽഫബറ്റ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. അതിന്റെ ഒപ്പം കിട്ടിയൊരു സാധനമാണത്. ഒരു പെന്നും ഒരു 6-7 റീഫിലറും ഉണ്ടായിരുന്നു. അതിൽ ഇവിടുത്തെ സൗണ്ട് അമ്മ മിക്സ് ചേർക്കണം വേണ്ടിയാണ്, ഒന്നും വിചാരിക്കണം. അങ്ങനെ ഞങ്ങൾ ഇത് വാങ്ങിയപ്പം പിന്നെ കുഞ്ഞാപ്പ എനിക്ക് ഉമ്മയൊക്കെ തന്നു. ഞാൻ വെറുതെ എന്നൊക്കെ വിചാരിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മ ഐ ലവ് യു ഉമ്മ എന്നൊക്കെ പറഞ്ഞ് 2-3 ഉമ്മയൊക്കെ കിട്ടി. അതിന് ഉണ്ണി അതിന് എന്തൊക്കെയൊക്കെ തിരഞ്ഞു മേടിച്ച് അതിന്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിലായിരുന്നു. അവന് ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെ എന്താ സംഭവം എന്നൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സെൽഫി ഫോട്ടോസ് ഒക്കെ എടുത്ത് അവരെ സന്തോഷമായി. ആദ്യം അവൻ എഴുതുന്നില്ല. അപ്പൊ ഏട്ടൻ വന്നിട്ട് പറഞ്ഞു അമ്മ പിന്നെ എഴുതുന്നില്ല എന്ന്. അപ്പൊ ഞാൻ വന്നിട്ട് 2 വര 3 വര എന്നൊക്കെ പറഞ്ഞപ്പോ എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവൻ വിജയകരമായി എഴുതി കൂട്ടുകാരെ. അപ്പൊ അടുത്ത വീട്ടിൽ വീടുകളെ ബൈ. സീ യു.